മലയാളികൾക്കിപ്പം ഈ SSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലികളിൽ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഇപ്പോൾ സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് മാത്രം കയറുന്നത്. ഇതിൽ പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ടോ? ഒന്ന് ഞാൻ കയറിയ സമയത്ത് 2003 എക്സാം 2005 പോസ്റ്റിംഗ് കിട്ടുന്നു. ആ സമയത്ത് തൊഴിൽ ഭാഗത്തിലൊന്ന് ന്യൂസ് ഉണ്ടായിരുന്നു, SSC മലയാളികൾ കൈവടിഞ്ഞു എന്ന്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല ഹെഡിങ് അതാണെന്ന്. പക്ഷെ ഞാൻ തിരിച്ചായി ചിന്തിച്ചത് ശരിക്കും SSC മലയാളികളാണ് കൈവടിഞ്ഞത്. ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും കേരളമായിരിക്കും. എനിക്ക് എങ്ങനെ തിരിച്ചു വരണം, അപ്പോൾ സാറ്റർഡേ സൺഡേ വീട്ടിൽ വരണം, അപ്പോൾ ലീവിൽ കിട്ടിയാൽ ഈ ചിന്ത എപ്പോഴും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാട് ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഇൻകം ടാക്സിൽ OS എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് 150 പോസ്റ്റാണ്, 149 പോസ്റ്റാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്. പക്ഷേ ക്ലിയർ ചെയ്ത മലയാളിൻ്റെ എണ്ണം അതിൽ കൂടുതലുണ്ട്. അന്ന് ഇന്നത്തെ പോലെയല്ല, ഇന്ന് ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ്, അന്ന് ഒരു കൊല്ലോ. ഇത് വെറുതെ വന്നതാണ്, ഇവന് കിട്ടിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാർ. UPSC കുട്ടി താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല 4 ലക്ഷം മെയിൻ എഴുതിയില്ല, എന്തുകൊണ്ട് കിട്ടിയില്ല എനിക്ക് പറയാൻ പറ്റും. അത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ? കിട്ടിയ എക്സ്പീരിയൻസ് ആയിട്ട് വലിയ എക്സ്പീരിയൻസ് കിട്ടാത്തതില്ല. തൗസൻഡ്സ് ഓഫ് വേസ് നമുക്ക് പറയാം എന്തുകൊണ്ട് കിട്ടിയില്ല. എനിക്ക് നെക്സ്റ്റ് ഇപ്പോൾ ചോദിക്കാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി കപ്പാസിറ്റി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം നിങ്ങൾ രണ്ടാളും. ഇതിനിടയ്ക്ക് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഇപ്പം എനിക്കതാ അറിയേണ്ടത്, എന്താണ് അതിന് പിന്നിലെ മോട്ടീവ്? ഇത്രയും കുട്ടികളെ, പ്രത്യേകിച്ച് മലയാളികൾക്ക്, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു സംഭവമാണ് മലയാളികളല്ല ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. ഈ ഒരു മലയാളികൾക്ക് എങ്ങനെയാണ് ഒന്ന് ഗവൺമെൻറ് എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് SSC ഇതുപോലത്തെ പോസ്റ്റിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്? ആൻഡ് പ്രത്യേകിച്ചും നിങ്ങൾ രണ്ടാളും ഒരു മെൻറ്റർഷിപ്പ്, ഇപ്പോൾ കേരളത്തിൽ ഇത്രയും പേരെടുത്ത് പറയുന്ന മെൻറ്റേഴ്സ് വേറെ എൻ്റെ അറിവിലില്ല, കാരണം അത്രയും ബെസ്റ്റാണ്. എങ്ങനെയാണ് ആ ഒരു മെൻറ്റർ ജേണി എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ആൻഡ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താം. 2011 ഞാൻ CGL എക്സാം ക്ലിയർ ചെയ്യുന്നത്. അന്ന് 3-4 പേരാണ് കേരളത്തിൽ നിന്നുള്ളത്. ഇന്ന് അതൊരു 400ഓളം ആയിട്ടുണ്ട്. ഒരു 15 കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു 14 കൊല്ലത്തെ ഗ്യാപ്പിലാണുള്ളത്. 2011 ഈ സമയത്ത് ഞാൻ SSC എക്സാമിൻ്റെ Tier 2 ക്ലിയർ ആയതിനു ശേഷം, അന്നൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എക്സാം വരുന്ന സമയത്ത്. Tier 2 ക്ലിയർ ആയതിനു ശേഷം ഈ പറഞ്ഞോണം മെൻറ്ററിങ് എങ്ങനെയാണ് എന്നുള്ളത്, കാരണം ആ ഒരു സമയത്ത് ബാങ്ക് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ബാങ്ക് കോച്ചിങ് മാത്രമേ ഉള്ളൂ, SSCക്ക് ഒരു കോച്ചിങ് എന്നുള്ള സാധനം ഇല്ല. അപ്പോൾ അന്ന് SSC ക്ലിയർ ചെയ്ത ആളാ ഒരു അന്യഗ്രഹ ജീവിനൊക്കെ കാണുന്നോളാണ് നോക്കുക, കാരണം ഉണ്ടാവില്ല, വളരെ റെയറാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് 3 ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 12 ആൾക്കാരാണ് അന്ന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് സെലക്ട് ചെയ്തത്, അതിലൊരു മലയാളിയാണ്. 11 ആൾക്കാരും ഇല്ല. ഇന്നതല്ല, ഇന്ന് സ്റ്റേജ് ഇപ്പോൾ കേരളത്തിൽ ഒരു 10 ആളുണ്ടെങ്കിൽ അതിലൊരു 6-7 മലയാളീസ് എത്താൻ തുടങ്ങി കേരളത്തിലെ പോസ്റ്റിലേക്ക്. പക്ഷേ ഇത് കേരളത്തിലെ പോസ്റ്റിലേക്ക് മാറാൻ വരേണ്ടത് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. 2011 ആദ്യമായിട്ട് മെൻറ്ററിങ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്ത സമയത്ത് ഓൾമോസ്റ്റ് അവിടുന്ന് മാത്രം അടുത്ത കൊല്ലം 12 16ഓളം ആൾക്കാർ ക്ലിയറായി. അപ്പോൾ അന്നാണ് 2012 എക്സാം, 12 CGL. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് വരെയുള്ള ഏറ്റവും കൂടുതൽ ക്ലിയർ റെക്കോർഡായിരുന്നു. കാരണം 3-4 ക്ലിയർ ചെയ്യുന്നിടത്തുനിന്ന് ടോട്ടൽ ഏകദേശം ഒരു 10-22 ആൾക്കാർ ഒറ്റ കൊല്ലം തന്നെ കേരളത്തിൽ ക്ലിയർ. ഇന്നത് 300-400 മുകളിലെത്തി. കൂടുതൽ അവയർനെസ് വന്നു തുടങ്ങി ഓൺലൈനായിട്ടും. കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിലൊക്കെ നമ്മൾ മലയാളി പിള്ളേർ തന്നെ കേരളത്തിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു 300-350ഓളം വരും. അതോ ഫില്ല് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് കപ്പാസിറ്റി. കാരണം ഇപ്പോഴത്തെ ഒരു ഇതിൽ പ്രകാരം ഇപ്പം ഇൻകം ടാക്സിൽ OS എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് 150 പോസ്റ്റാണ്, 149 പോസ്റ്റാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്. പക്ഷേ ക്ലിയർ ചെയ്ത മലയാളിൻ്റെ എണ്ണം അതിൽ കൂടുതലുണ്ട്. അപ്പം നമ്മളൊരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്തിയിട്ടില്ല, നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനനുസരിച്ച് എത്തിയിട്ടില്ല, എന്നാലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കേസിൽ അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയി തോന്നുന്നത്. ഞാനൊരു സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കുറേ ക്ലാസ്സൊക്കെ അന്ന് പിന്നെ PSC ലീവ് എടുത്തു. കുറച്ച് ഫൈനാൻഷ്യൽ ആവശ്യം വന്നപ്പോൾ ഒരു സിവിൽ സർവീസ് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെയാണ്, പ്രിപ്പറേഷനാണ്. അപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ കക്ഷി ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് കോളേജിലൊരു സിവിൽ സർവീസിൻ്റെ ക്ലാസ് ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മാത്സും റീസണിങ്, ഇംഗ്ലീഷും കുറച്ച് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി എടുക്കാൻ ആളില്ല. അവിടെ പോയി ഞാൻ ക്ലാസ് എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് എടുക്കുക, മറ്റുള്ളവർ ഗൈഡ് ചെയ്യാൻ അന്നേ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ 2003 അന്നേ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 1-2 എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ 1-2 ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പഠിച്ച സമയത്ത് സിവിൽ സർവീസിന് പിന്നെ മെയിൻസ് 2004 മുതൽ ഞാൻ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹിസ്റ്ററി വെച്ചിട്ട്, ഞാൻ പഠിച്ച കെമിസ്ട്രിയാണ്, ഹിസ്റ്ററി വെച്ച് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തു. 4 വർഷം മെയിൻസ് എഴുതി. ജസ്റ്റ് ഫൈനൽ ചാൻസിൽ ജസ്റ്റ് ഒന്ന് മിസ്സായി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ഞാനും അസോസിയേറ്റ് ചെയ്യും. കാരണം അന്ന് ഞാൻ തിരുനെല്വേലിയാണ് വർക്ക് ചെയ്യുന്നത്.
ഇറ്റ്സ് ഫാർ അവേ. അവിടെ നിന്ന് ഞാൻ സാറ്റർഡേ ചിലപ്പോൾ വന്നിട്ട് ഒരു ദിവസം ക്ലാസ് എടുത്ത് പോകാറുണ്ട്. എനിക്ക് അത്രയും ക്ലാസ് മീൻസ് ചെയ്യാൻ തന്നെ ഗൈഡൻസ് കൊടുക്കാൻ. അപ്പോൾ അത്രയും ഒരു ഫാഷനുള്ള ഒരു കാര്യമായിരുന്നു. അതായത് നമുക്ക് കിട്ടാത്ത കാര്യം എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അതിനിടയ്ക്ക് തൊഴിൽ വാർത്തയിൽ ഒരു ചാൻസ് കിട്ടി. അവർ പറഞ്ഞു ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കുറച്ച് അത്യാവശ്യം ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് അവരുടെ ആരെങ്കിലും ഗൈഡ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. തൊഴിൽ വാർത്തയിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒരു നമ്മളെ ഹരിശ്രീ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് ഒരു പുവർ പീപ്പിളിന് കൊടുക്കുകയാണ്, ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. അപ്പം ഗവൺമെൻറ്റിൽ ഒഫീഷ്യൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ടായിരുന്നു അതിൽ ബാങ്കിൽ അന്നത്തെ കാലത്ത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിൽ വാർത്ത വന്ന് ബക്കർ പറഞ്ഞു അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് അവർക്ക് മെസ്സേജ് ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറയാൻ വെച്ചാൽ ഞാൻ മെൻറ്റർഷിപ്പ് കിട്ടുന്നത്. കാരണം നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ മലയാളീസ് പലപ്പോഴും എക്സ്പീരിയൻസ് പറയാം. നമ്മളവിടെ ഇപ്പോൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ലാൻഡ് ഫോണിൽ ചിലപ്പോൾ കോൾ വരും, വിളിക്കുന്നവർ ഹിന്ദിയിൽ സംസാരിക്കുക. കാരണം ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ മലയാളി അല്ലേ എന്ന് ചോദിക്കും. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇവിടെ മലയാളീസ് ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് അതിൽ അല്ല ഞാൻ പറഞ്ഞ റീജിയണൽസ് അല്ല ആക്ച്വലി. ഇപ്പം നമ്മൾ കേൾക്കാൻ പറ്റുന്നതായിരിക്കും ഇത് മലയാളി കയറണം ഹിന്ദിക്കാർ കയറണം അങ്ങനെയല്ല ആക്ച്വലി. പക്ഷെ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യും നോക്കാം, എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കാരണം കേരളത്തിൽ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് അന്ന് അവിടെ പോസ്റ്റ് ചെയ്തു. ഇപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ് പ്രിഫർ ചെയ്യാം. ഞാൻ കയറുമ്പോൾ 2003 സ്റ്റേറ്റ് പ്രിഫറൻസ് ഇല്ല, വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് പിടിച്ചിട്ടു. ഓക്കെ, പിന്നെ ഞാൻ സീനോട്ട് ലോസ് ചെയ്തു എന്ന് വരാം. ഇപ്പം അങ്ങനെ വരാൻ പറ്റില്ല കാരണം സ്റ്റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അത് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഉള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും കേരളമായിരിക്കും. എനിക്ക് എങ്ങനെ തിരിച്ച് വരണം, അപ്പോൾ സാറ്റർഡേ സൺഡേ വീട്ടിൽ വരണം, അപ്പോൾ ലീവിൽ കിട്ടിയാൽ ഈ ചിന്ത എപ്പോഴും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാട് ഒരു ഫാക്ടറാണ്. ഇപ്പം ഉള്ള ആളുകൾക്ക് പറയാം. ഇപ്പോൾ ഹിന്ദിക്കാർ ഇവിടെ കുറേ പേര് അവർ മോശക്കാരെന്നല്ല, നന്നായി വർക്ക് ചെയ്യും, മരിച്ചു വർക്ക് ചെയ്തിട്ട് തന്നെ എത്തിയിരിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലും പൂർണ്ണമായിട്ടും ഇവിടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഫാമിലി അവിടെ ആയിരിക്കും, ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഉള്ള ആളുകൾ ഇവിടെ നിന്ന് കയറൂടാ, നമ്മളെ കുട്ടികൾ എന്തുകൊണ്ടാണ് കയറാത്തത്? ഇത് UK പോകുന്നു അല്ലെങ്കിൽ ഇവിടെ പോകുന്നു പറയാം. ഇത്രയായിട്ട് ഓപ്ഷൻസ് ഇവിടെ ഇല്ലേ? അതായത് നിങ്ങൾക്ക് 1 lakh+ സാലറി കിട്ടുന്ന സ്റ്റാർട്ടിങ് 1 lakh+ സാലറി കിട്ടും ഇവിടെ. ഇത്രയും ലീവ് ഉണ്ട്, നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മേനെ കൂടെ നിൽക്കാം. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര ഹാപ്പി ആയിരിക്കും. അച്ഛൻ മരിച്ചു പോയി, പക്ഷേ പറയാം അവർക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റും. എന്താവശ്യം അവരുടെ കൂടെ ഉണ്ട്. കാരണം നമുക്ക് നാട്ടിൽ തന്നെ നമ്മളുടെ പേര് അവിടെയല്ലേ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗൈഡൻസ് കൊടുക്കാൻ മാത്രമേ, വേറെ എന്തെങ്കിലും ഒരു നമുക്ക് കിട്ടാത്തൊരു സാധനം അതായത് നമുക്ക് മിസ്സായത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ അത്രയും ആ ഒരു ഡിസിഷൻ മാറ്റിമറിച്ച ഒരുപാട് ആൾക്കാർ ജീവിതമാണ്. തീർച്ചയായിട്ടും അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ജോലി കിട്ടിയ അതേ ഫീലിംഗ് ആണ് ഇപ്പോൾ ഒരാൾ എൻ്റെ മെൻറ്റർഷിപ്പ് കൊണ്ട് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ എൻ്റെ സ്വന്തം ചേച്ചിന് മോനെ കിട്ടിയിട്ടുണ്ട്. ഗൈഡൻസ് ഉണ്ടുണ്ട്. കാരണം അവർക്ക് നമ്മൾ മോഡലായി മാറി. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവ് അടുത്ത് ഇൻകം ടാക്സ് കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഐഡിയ വെച്ചിട്ട് അവർ വരുന്നത്, അല്ല അവർ കേട്ടിട്ടില്ല. ഓക്കെ സാർ, ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞേ. എന്നാലും പിന്നെ ഇപ്പം ലാസ്റ്റ് ഒരു CGL എക്സാമിൽ ഇപ്പം സാർ ഇപ്പം പോസ്റ്റ് പ്രിഫറൻസ് അടക്കമുള്ള കാര്യങ്ങൾ സാർ വീട്ടിൽ ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു എൻ്റെ ഫോണ് ഒരു 1 hour ഇപ്പം ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു 100 മെസ്സേജ് ഉണ്ടാവും. ആ 100 ഒരു 70 മെസ്സേജും ഈ പറഞ്ഞ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നതാണ്. അല്ല, നമ്മളെ പണിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരാളുടെ ആറ്റിറ്റ്യൂഡാണ്. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോ സമയം ബാക്കിയായിരിക്കും, എന്നാൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്ന ഒരാളുമായിരിക്കും. ഇത് രണ്ടുമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞോണ്ട് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനാണ്. സാർ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചറിയിക്കുന്നതിൻ്റെ മുന്നേ സാറിനെയാണ് വിളിച്ചത് എന്ന് പറയുന്നൊരു സാധനം കയറുന്നതിന് മുമ്പ് സാറിനെ വിളിക്കാറുണ്ട്. കാരണം ആ ഒരു ദിവസം ഞാൻ എക്സാം ഉള്ള ദിവസം Tier 2 അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം ഉള്ള ദിവസം ഞാൻ ലീവ് എടുക്കും. ലീവ് എടുത്ത് ഫോൺ എപ്പോഴും ഉണ്ടാവും. കാരണം ഇവരെപ്പോഴാണ് വിളിക്കുക, പറഞ്ഞ ഓഫീസിലാണെങ്കിൽ നമുക്ക് എപ്പോഴും എടുക്കണം എന്ന് പറഞ്ഞു. കാരണം അവരുടെ ഒരു മെൻറ്റാലിറ്റിയിൽ അവർക്ക് ആ സമയത്ത് കിട്ടേണ്ടത് ഒരു വാക്കായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരാളുടെ ഒരു ജോലി. അവരുടെ പാരൻസിന് പോലും അറിയില്ല. പാരൻസിന് ഒരാൾക്കും ഇതെന്താണെന്ന് അറിയില്ല. ഞാൻ സന്ദേശമാണെങ്കിൽ പറയാൻ വെച്ചാൽ എല്ലാ ടൈപ്പ് എക്സാം എഴുതി വന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏതിലേക്കാണ് വേണ്ടത്. ഒരു കുട്ടി പറയുകയാണ് ഇപ്പം സാർ എനിക്ക് GK പഠിച്ചിട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് എക്സാം എഴുതിക്കോ, കാരണം നിനക്കത് പറ്റും. ഇപ്പോൾ ചില സാർ എനിക്ക് പെട്ടെന്ന് ജോലി വേണം ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമുക്ക് ചിലപ്പം SSC ആണെങ്കിൽ CGL ചെറിയൊരു ടൈം ലാഗ് വരും. ചിലർ ഫസ്റ്റ് തന്നെ അറ്റംപ്റ്റ് ചെയ്യും, ചിലപ്പോൾ 2 or 3. കാരണം GK പിന്നെ അതിൽ കുറച്ച് വേരിയേഷൻസ് ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക, ഒരു വീട് വരേണ്ടതിന് നോർമലൈസേഷൻ ഇഷ്യൂ ഒക്കെ വന്നതോടുകൂടി. പക്ഷേ ബാങ്കിനെ സംബന്ധിച്ചും നമുക്ക് കുറേ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം അങ്ങനെയുള്ളവർ അങ്ങനെ പോയിക്കോ. പിന്നെ ബാങ്ക് ജോലി ചിലർക്ക് ഇഷ്ടമല്ല, അറിയും വേണ്ട. ചിലർക്ക് ഇൻകം ടാക്സ്, കസ്റ്റംസ്, ആ പവർ ജോബ് ആയിരിക്കും ഇഷ്ടം.
അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. എന്താണ് അവരുടെ ഇങ്ങോട്ടാണ് പോകേണ്ടത് തീർച്ചയായും. ചിലർ പറയുന്ന ചില എനിക്ക് റെയിൽവേ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. ഓക്കെ, ക്യാൻ ഗോ ഫോർ ദാറ്റ്. ചിലർ കഴിഞ്ഞ സ്കൂട്ടിൽ വന്നു അവന് നാഷണൽ ഇൻഷുറൻസ് കാരണം ആരോ കണ്ടുപിടിച്ചായിരിക്കാം. അപ്പോൾ അതിലും ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് പറ്റും. കാരണം ഇൻഷുറൻസിന് എക്സാം ബാങ്ക് എക്സാം പോലെ തന്നെയാണ്. ഇതിന് സത്യം പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു മെന്റർഷിപ്പ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കുട്ടികളെ 5 ഡേയ്സിലെ വർക്കുള്ളൂ. 5 ഡേയ്സ് വർക്ക് 8 hours വർക്കാണ്. രാവിലെ കഴിഞ്ഞാൽ നമ്മൾ 9 o'clock 5:30 കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിരിക്കും ഓഫീസിന് പറ്റി അധികം ചിന്തിക്കേണ്ട ആവശ്യം നോർമലി ഇല്ല. ചില കേസിലുണ്ടായിരിക്കും, അതർവൈസ് ഇല്ല. പിന്നെ സാറ്റർഡേ സൺഡേ ഫ്രീ ആണ്. ഇഷ്ടം പോലെ ഹോളിഡേയ്സ് ഉണ്ട്. അത് മതിയോ ഇതിനായിട്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് റിസൈൻ ചെയ്ത്? അതിനാ ശരിക്കും ഇല്ല. ഓക്കെ, നമുക്ക് ഇനി ഫുള്ളി പാഷൻ തോന്നുകയാണെങ്കിൽ ഓക്കെ മാത്രം ചെയ്താൽ മതി. തീർച്ചയായും. കാരണം നമ്മളെ പാഷൻ നമ്മളങ്ങോട്ട് വലിക്കുന്നൊരു സ്റ്റേജ് ഉണ്ട്. അപ്പം പാഷൻ പറയും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫഷണലാക്കി എടുക്കാം. ഇപ്പം നമ്മൾ അമച്ചുവറായിട്ട് പോകുന്നത്, പിന്നെ പ്രൊഫഷണലാക്കി എടുക്കാൻ തോന്നിയാൽ വെച്ചാൽ ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. സർ, ഇതിൽ എൻ്റെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പം മലയാളികൾക്കിപ്പം ഈ SSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലികളിൽ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഇപ്പോൾ സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് മാത്രം കയറുന്നത്. ഇതിൽ പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം അതിലിപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആൾക്കാർ ഇതിൽ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഇപ്പം മലയാളികളുടെ ടോട്ടൽ കോൺട്രിബ്യൂഷനിൽ മലയാളികളുടെ ഒരു 2% വന്ന ലാസ്റ്റ് ഇയറാണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ ടോട്ടൽ അച്ചീവ്മെൻറ്റ് 2%. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയാൽ മതിയോ മലയാളി? മീൻ സോ മലയാളി ഡിസേർവ്സ് മോർ എന്നുള്ള സാധനമാണ്. അതിൽ 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ കയറിയ സമയത്ത് 2003 എക്സാം 2005 പോസ്റ്റിംഗ് കിട്ടുന്നു. ആ സമയത്ത് തൊഴിൽ ഭാഗത്തിലൊന്ന് ന്യൂസ് ഉണ്ടായിരുന്നു, SSC മലയാളികൾ കൈവടിഞ്ഞു എന്ന്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല ഹെഡിങ് അതാണെന്ന്. പക്ഷേ ഞാൻ തിരിച്ചാണ് ചിന്തിച്ചത്, ശരിക്കും SSC മലയാളികളാണ് കൈവടിഞ്ഞത്. ഇപ്പം എൻ്റെ ബാച്ച്മേറ്റ് BA ഹിസ്റ്ററിക്കാരനാണ്. അവൻ നമ്മളെ പിണറായി വിജയൻ എന്ന അതിലൊക്കെ അറിയാം, പിണറായി എന്ന സ്ഥലം. അതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു അന്നത്തെ കാലത്ത് 20 years മുമ്പ് ശരിക്കും ഒരു ഗ്രാമം തന്നെയാണ്. ഇപ്പോഴും ഒരു സിറ്റി എന്ന് പറയാൻ പറ്റില്ല, അതിനുള്ളിൽ വെണ്ടൂട്ടായി നൽകാൻ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ഗൈഡൻസ് കാര്യമൊന്നും ഇല്ലാതെ അവൻ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ BA ഹിസ്റ്ററിക്കാരൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസിബിളാണ്. പിന്നെ എൻ്റെ വേറൊരു കൊളീഗുണ്ട്, കക്ഷി കുറ്റിയാടിക്കാരനാണ്, 8ാം ക്ലാസ് തോറ്റാളാണ്, ഹാരിസ്. ഓക്കെ, നേരത്തെ അവൻ ഷജിത്താണ്. ഇത് ഹാരിസ് 8ാം ക്ലാസ് തോറ്റു. കാരണം അവൻ ചെസ്സ് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് അവൻ്റെ റിലേറ്റീവിന് വീട്ടിൽ പോയി ചെസ്സ് കളിച്ചിരിക്കും. സ്കൂളിൽ പോകാതെ അറ്റൻഡൻസ് ഇല്ലാതെ തോറ്റു. അപ്പോൾ വീട്ടുകാർ പിടിച്ച് കളിയാക്കിയപ്പോൾ അവൻ വാശി വെച്ച് പഠിച്ചു. പിന്നെ എന്താ അന്ന് 10ൽ ടോപ്പറൊക്കെ ആയി. പിന്നെയും വാശി പോയി. +2 മാർക്ക് കുറഞ്ഞു, അഡ്മിഷൻ കിട്ടിയില്ല ഡിഗ്രി. അവൻ പിടിച്ച് ഗൾഫ് കൊണ്ടിട്ടു. പിന്നെ കഥ അവൻ വേറെ ആൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, എന്നോട് നേരിട്ട് പറഞ്ഞതല്ല. വേറെ ആൾ മോട്ടിവേറ്റ് ചെയ്താണ് അവൻ്റെ ലൈഫ്. പിന്നെ അതിനിടയ്ക്ക് തിരിച്ചു വന്നു. അപ്പം കുറ്റ്യാടിയിൽ അടക്ക തീർക്കുന്ന പരിപാടി ഒരു ബിസിനസ്സായിരുന്നു അവനുണ്ടായിരുന്നത്. ആകെ ബിസിനസ്സല്ല, പാർട്ട് ടൈം ജോബ്. ആ ജോലി കഴിഞ്ഞപ്പം പാർട്ട് ടൈമിന് നിങ്ങൾ വയനാട്ടിലേക്ക് വന്നു. അവിടെ എന്തോ ഒരു ജോലി, ചെറിയ ജോലിക്ക്. അപ്പോൾ കുറച്ച് പേര് തൊഴിൽ വാർത്ത വായിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ച ആൾക്കാർ പറഞ്ഞു തൊഴിൽ വാർത്തയൊക്കെ വായിച്ച് കാഞ്ചായാലും ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് വെച്ചാൽ PSC എക്സാം ക്രാക്ക് ചെയ്യാം. പക്ഷേ ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടുന്നു. അങ്ങനെ അവൻ ഡിഗ്രി എടുക്കുന്നത് പാരലായിട്ട് കറസ്പോണ്ടൻസ് ആയിട്ടാണ്. അതിനിടയ്ക്ക് മാരേജ് കഴിഞ്ഞു. അവന് ചെറിയൊരു ജോലി കിട്ടി, കാർവാറിലെ മറ്റു പോസ്റ്റിംഗ്. അപ്പോൾ വൈഫ് MSc കെമിസ്ട്രി മറ്റുമാണ്. അപ്പോൾ അവർക്ക് എന്തോ ഒരു ബുക്ക് വേണം, JRF എന്തിനൊരു ബുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TBSൽ കോഴിക്കോട് TBS ബുക്ക് സ്റ്റോളിൽ വൈഫിന് ബുക്ക് വാങ്ങുമ്പോൾ ഒരു CG അല്ലെ SSCയുടെ ഒരു മോഡൽ പേപ്പർ കണ്ടു. ബുക്ക് മോഡൽ പേപ്പർ, ഒറിജിനൽ പേപ്പർ പോലില്ല. അത് വെച്ചിരുന്ന് അവൻ ഇരുന്ന് പഠിച്ചുണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ വിൽ പവറാണ്. അവൻ ചെസ് പ്ലെയറാണ്, ഇരുന്ന് പഠിക്കും. 5-6 മണിക്കൂർ ചെസ് കളിക്കുന്ന ഡയറക്ടറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എക്സാം എന്ന് പറഞ്ഞാൽ, ഇരുന്ന് പഠിക്കുന്നതിന് കിട്ടും. അപ്പോൾ ഇത് മലയാളികളെന്നോ അല്ലെങ്കിൽ നോർത്ത് ഇല്ലല്ലോ, ഒരു വ്യത്യാസം. മലയാളികൾക്ക് 8ാം ക്ലാസ് മുതലേ ചിലപ്പോൾ ഇത് പ്രിപ്പയർ ആയിരിക്കും മെൻ്റലി. നമ്മൾ ഡിഗ്രി കഴിയുമ്പോൾ ഇതിനെ പറ്റി ഈ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്ത ഹിന്ദിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡിഗ്രിക്ക് അവരുടെ ഹോസ്റ്റലിൽ ഈ ബുക്ക് ഉണ്ടാവില്ല, അതായത് ഡിഗ്രി ബുക്ക് ഉണ്ടാവില്ല, കംപ്ലീറ്റ് SSCൻ്റെ ബുക്കുകളായിരിക്കും. അപ്പോൾ അവർ ആ ഒരു സമയം തൊട്ടേ +2 കഴിഞ്ഞ സമയം തൊട്ടേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ 3 കൊല്ലം കൊണ്ട് അവർ ഡിഗ്രിയും കിട്ടും, അവർ ഇതിന് സെറ്റുമാണ്. പിന്നെ അവർ എഴുതും. അവർക്കൊരു 1-2 വർഷം കിട്ടിയില്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് പോകുന്നില്ല. ജോയിൻ ചെയ്യുന്ന ആൾക്കാർ 7ാമത്തെയോ, ഇവിടെ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ 7ാമത്തെ 8ാമത്തെ അറ്റംപ്റ്റിലൊക്കെയാണ് ജോയിൻ ചെയ്യുക. നമ്മളത് മെയിൻലി പ്രശ്നം ഒരു അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ 2ാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് പോയി. പിന്നെ ഇത് എനിക്കുള്ളതല്ല എന്നുള്ള തോന്നല്. ഇതിൻ്റെ വേറൊരു വർഷം പറഞ്ഞു, ഞാനിപ്പോൾ റെയിൽവേയുടെ അന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, റെയിൽവേക്ക് എല്ലാത്തിനും അന്ന് ഇൻ്റർവ്യൂ. പിന്നെയാണ് റെയിൽവേ പോസ്റ്റിംഗ് ഇൻ്റർവ്യൂ മാറ്റിയത്. അപ്പോൾ ഞാൻ പോയ സമയത്ത് കുറേ ഒഡീഷ എന്ന് പറയാം, അന്ന് ഒറീസ നമ്മൾ വരുന്നത്. ഈ ഒറീസക്കാർ ഇരുന്നിട്ട് അവിടെ നിലത്തിരുന്നിട്ട് അവരും പരസ്പരം ഡിസ്കസ് ചെയ്യണം ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ചെല്ലും, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർ ടീമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇതേപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അന്ന് ബാങ്കിന് കൊല്ലം ഫെയിമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗോപകുമാറുണ്ട്, അവൻ അന്ന് കയറും SBI ഒറ്റ വേക്കൻസി ജനറൽ അല്ലേ കയറിയത്. പക്ഷേ അവൻ്റെയൊക്കെ പഠിപ്പിൻ്റെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ, കൊല്ലത്തിൽ പോകുന്ന സമയത്ത് അവൻ ഡിഗ്രി ഫൈനൽ ആകുമ്പോൾ തന്നെ അവൻ്റെ മമ്മി എന്നോട് പറഞ്ഞത്, ഒരു ദിവസം മമ്മി നോക്കുമ്പോൾ ഇവൻ പഠിക്കുന്ന നോക്കുന്ന സമയത്ത് ഇവൻ ബുക്കിനുള്ളിൽ ബാങ്കിൻ്റെ സാധനം വെച്ചാൽ പഠിക്കുന്നത്, ഒറിജിനൽ ബുക്കല്ല. അതായത് അവൻ്റെ ഉള്ളിൽ ജോലി കിട്ടണം തോന്നുന്നുണ്ട്. വീട്ടുകാർ പോലും അറിയാത്ത ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. അത് പറഞ്ഞത് അത് കൊല്ലം അന്ന് ബാങ്കിനോട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാങ്കിൻ്റെ പാറ്റേൺ മാറി, അതുകൊണ്ടാണ് അപ്പം കൊല്ലത്തെ റിസൾട്ട് പോയത്. ആ പാറ്റേൺ ചേഞ്ച് നമ്മൾ ശരിക്കും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും, ഇതിങ്ങനെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്.
ഡിഗ്രി പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവർ ലെവലിലേക്ക് നമ്മൾ മാറണം. എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവള് ഈ പറഞ്ഞോളം ഡിഗ്രിക്ക് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബാങ്ക് എക്സാമിൻ്റെ കോച്ചിങ്ങിന് പോയി. ഡിഗ്രി കഴിഞ്ഞ ഉടനെ നമുക്ക് കിട്ടി. അത് പറഞ്ഞു. അപ്പൊ അറിയുന്നവർ കയറി പോകുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ കൊണ്ട് പറഞ്ഞ ഈ 2% എന്ന് പറയുന്നത് അറിയുന്നവർ കയറുന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് 10% ആക്കാൻ പറ്റില്ല? നമ്മൾ പിന്നെ പൊതുവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഡിഗ്രിക്ക് 60%. ഞാനന്ന് പോസ്റ്റൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവരോട് ചോദിച്ചു, അപ്പം ഡിഗ്രിക്ക് എല്ലാവരെയും മാർക്ക് 60, 61, 62 ഈ പെർസെൻറ്റേജ് ഉള്ളൂ. അവരെ എയിം എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ഒരു 60% കിട്ടണം. അന്ന് കുറേ എക്സാമിന് 60% കട്ട് ഓഫ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. അതാണ് അവരെ എയിം. ബാക്കി അവർ SSCക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഡിഗ്രിക്ക് 95% കിട്ടണം, PGക്കും കിട്ടണം ഒരു 90%. ഇതൊക്കെ കഴിഞ്ഞാൽ ആ മേഖലയിലോട്ട് പോയില്ല, വന്നിട്ട് പിന്നെയും ബാങ്ക് ഓർ SSC. അപ്പോഴത്തേക്കും വേറൊരു ഫാക്ടർ ഞാൻ കാണുന്നത് വെച്ചാൽ നമ്മൾ മീഡിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോഡ് പോകുമ്പോൾ കാണാൻ പറ്റും നമ്മളെ ബെസ്റ്റ് ആക്ടർ മോഹൻലാലിൻ്റെ ഒരു പരസ്യമുണ്ട്, 21 years ലൈഫ് സെറ്റ് 6 lakhs per annum. അപ്പോൾ ഈ കുട്ടിക്ക് 6 ലക്ഷം ഒരു വർഷം കിട്ടാന്ന് വെച്ചാൽ ഈ കോളേജ് പിള്ളേർക്ക് വലിയ സംഭവമാണ്. പക്ഷെ ബാങ്കിന് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ പറഞ്ഞ CGL നമ്മുടെ SBI പറഞ്ഞത് 20.43 മറ്റാണ് SBI പറഞ്ഞത്. സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനിൽ CTC 20.43 lakhs ആണ്. നമ്മൾ CGL പോലെ ഞാൻ പറഞ്ഞാൽ മോർ ദാൻ 1 lakh കിട്ടും, ബാക്കി ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ മിനിമം ഇത്ര കിട്ടുമ്പോൾ നമ്മൾ 12 lakhs 20 lakhs കിട്ടുമ്പോൾ ഇവിടെ 6 ലക്ഷം വലിയ സംഭവമായിട്ട് പിള്ളേർ വിചാരിച്ചെടുക്കുന്നത് പരസ്യമാണത്. അപ്പോൾ ഈ ആഡ് ശരിക്കും ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് ആളുകൾ. അത് ബിസിനസ്സാണ്. അത് ആ പ്രത്യേകിച്ച് ആ കോളേജ് കഴിഞ്ഞ മൈൻഡ് സെറ്റ്. അപ്പോൾ ഇതേപോലെ ഒരു മൈൻഡ് സെറ്റ് ഇതൊരു ബർഡനാക്കി വെക്കുകയും നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ പോയിട്ട് കോളേജ് പോയിട്ട് ഇതുപോലെ ക്യാമ്പയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ ഞങ്ങൾ അസോസിയേഷൻ പണ്ട് തീരുമാനിച്ചിരുന്നു അങ്ങനെ. കാരണം അസോസിയേഷനിൽ തീരുമാനിക്കാരെന്ന് വെച്ചാൽ മലയാളീസ് ഇല്ല അസോസിയേഷനിൽ പലപ്പോഴും ഡിസ്കഷൻ. അപ്പോൾ മറ്റവർക്കാണെങ്കിൽ അന്ന് ഔട്ട് ഓഫ് കേരള പോകേണ്ടില്ല, ഇന്റർ ട്രാൻസ്ഫർ എന്ന് ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ബാൻ ചെയ്തു. അപ്പോൾ ആ ഡിസ്കഷൻ മാത്രമേ അസോസിയേഷനിലുള്ളൂ. അപ്പം മേജർ ഡിസ്കഷൻ നടക്കില്ല. അപ്പം നമ്മൾ പറഞ്ഞു കോളേജിൽ പോയിട്ട് നമുക്ക് CGLന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്തല്ലോ, നടന്നില്ല. കോളേജുകളിൽ ഈ കരിയർ സെല്ലിൻ്റെ ഹെൽപ്പോടുകൂടി അവിടെ തന്നെ ഒരു സാധനം നടത്തി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ സംഭവത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു SSC എക്സാം അല്ലെങ്കിൽ ബാങ്ക് എക്സാമിൻ്റെ മറ്റ് എക്സാംസിനില്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ്. നിങ്ങൾക്ക് ഒരു കൊല്ലം മിസ്സായാൽ ഉറപ്പാണ് അതിലധികം അതോ വേക്കൻസിയോ അല്ല അതിലധികം വേക്കൻസിയിലോ അടുത്തെല്ലാം വരും. ഇതേ പാറ്റേണിൽ നിങ്ങൾക്ക് ഒരു 10-12 എക്സാം ഓരോ വർഷം എഴുതാനും പറ്റും. പലരും വേണ്ടില്ല ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ PG പോകും. പഴയ കൺസെപ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ PG. ആ PG എടുത്ത് 2 കൊല്ലം മതി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ CGL പോലത്തെ ഒരു പോസ്റ്റ് ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ റീസെൻ്റ്ലി എന്നെ വിളിച്ച കുറേ പേര് +2 കഴിഞ്ഞിട്ട് വിളിച്ച ആൾക്കാരുണ്ട്. അവർ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തു തുടങ്ങി. എന്നിട്ട് കൂട്ടത്തിൽ SSC തുടങ്ങിയിട്ടുണ്ട്. തൊഴിൽ വാർത്ത പറഞ്ഞപ്പോഴാണ് സാറിന്റെ എന്തോ തൊഴിൽ വാർത്ത ഒരു ബന്ധപ്പെട്ട കഥ ഉണ്ടല്ലോ. പണ്ട് തൊഴിൽ വാർത്തയിൽ ഇതൊക്കെ വന്നിരുന്നു. പിന്നെ പിന്നീട് ഇങ്ങോട്ട് അവരും അത് SSCക്ക് വലിയ പ്രിഫറൻസ് കൊടുക്കാതെ ആയി. ആ സമയത്ത് ന്യൂസ് വന്നിരുന്നു. നോക്കാം എവിടെയെങ്കിലും ഉണ്ടാവും, തപ്പിയാ അന്ന് തൊഴിൽ വാർത്തയിൽ വന്നിരുന്നു. അന്നൊരു വലിയ വാർത്തയായിരുന്നു. പക്ഷേ പിന്നെ അതൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നമല്ല, വാർത്ത വന്ന് എല്ലാവരും അറിയുകയും ചെയ്തു. അന്ന് ഇന്നത്തെ പോലെയല്ല, ഇന്ന് 1 മാസത്തിനുള്ളിൽ അപ്പോയിൻമെന്റ്. അന്ന് 1 കൊല്ലം. ഇത് വെറുതെ വന്നതാണ്, ഇവന് കിട്ടിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാർ. ഒരു ജനുവരിയിൽ ന്യൂസ് വന്നിട്ട് ഒക്ടോബറിലാണ് അപ്പോയിൻമെന്റ് വന്നത്. ആ ഒരു 10 മാസം അവിടെ 10 മാസം വരെ 3-4 മാസമൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് ശരിക്കും CGLന് ആളുകൾ അടുത്ത് മടുത്തു പോയത്. പക്ഷേ ആ ഒരു 15-16 സമയത്തൊക്കെ 2-3 വർഷത്തേക്ക് നീണ്ടുപോയി. പ്രിലിംസ് കഴിഞ്ഞു, Tier 1 Tier 2 നീണ്ടുപോയി. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ. ഇന്നിപ്പോ ഒരു എക്സാമിനൊക്കെ 6 മാസം വെറും എക്സാം. നിങ്ങൾ ഫസ്റ്റ് എക്സാം തുടങ്ങി കഴിഞ്ഞാൽ റിസൾട്ട് വന്നാൽ 1 മാസത്തിനുള്ളിൽ അപ്പോയിൻമെന്റ് ഓർഡർ കൈക്കിട്ട് ജോയിൻ ചെയ്യാം. ഏത് എക്സാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബാങ്ക് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ബാങ്കിൻ്റെ ഡേറ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. എക്സാക്ട്ലി നമ്മളിപ്പം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 6 months കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്ത് ഒരു 1 year ഉള്ള മാക്സിമം 9 months or 1 year പോസ്റ്റിംഗ് ആണ്. അതൊരു എക്സാം എഴുതിയാൽ അതിൽ +1 ആണ്. പക്ഷെ നമുക്ക് ഇഷ്ടം ഏതാ നമ്മൾ തീരുമാനിക്കണം. ഒരു കുട്ടി തീരുമാനിക്കണം എനിക്ക് ഇതാണ് ഇഷ്ടം, അല്ല ഏതോ 2 തീരുമാനം എടുത്താൽ മതി. ഒന്ന് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളുണ്ട്, ഒന്ന് ഈ പറഞ്ഞ SSC റിലേറ്റഡ്. ഏത് വേണമെന്ന് കുട്ടി തീരുമാനിച്ചാൽ അതുകൊണ്ട് നമ്മൾ ആ കുട്ടി വന്ന് നമ്മളോട് പറയുകയാണ് ഇതാ താല്പര്യം, ഗൈഡൻസ് നമ്മൾ കൊടുക്കും. കാരണം നമുക്ക് മിസ്സായതുണ്ട്. UPSC ഒരു കുട്ടി താല്പര്യമുണ്ട്, കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം 4 വർഷം മെയിൻ എഴുതിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല എനിക്ക് പറയാൻ പറ്റും. അത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ. കിട്ടിയ എക്സ്പീരിയൻസ് ആയിട്ട് വലിയ എക്സ്പീരിയൻസ് കിട്ടാത്തതില്ല. തൗസൻഡ്സ് ഓഫ് വേസ് നമുക്ക് പറയാം എന്തുകൊണ്ട് കിട്ടിയില്ല. ഓക്കെ സാർ, എനിക്കിപ്പം ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത് ഇപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. എന്നാലും ഒരു പവർ ഓഫ് ഇപ്പം ഇങ്ങനൊരു വലിയൊരു പോസ്റ്റിൽ നിൽക്കുമ്പം ഒരു പവർ ഓഫ് ID കാർഡ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും അതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന്. ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു യൂണിഫോം സർവീസാണ് ബേസിക്കലി. ഇപ്പോൾ കസ്റ്റംസ് ഉള്ളപ്പോൾ വൈറ്റ് യൂണിഫോം,
ഇപ്പോൾ നമ്മളൊരു പൈലറ്റ് ലുക്കാരെയും കാണുമ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് മറ്റേതും പോലീസിൻ്റെ യൂണിഫോമാണ്. കാക്കിന് എല്ലാവർക്കും എന്തോ ഒരു ബഹുമാനോ പേടി എന്തോ ഉള്ളൂ എനിക്ക് തോന്നിയിട്ട് എന്താ അറിയില്ല. ഒന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഒരിക്കലും എൻ്റെ ഒരു ഇതുപോലെ മെൻറ്റർഷിപ്പ് കൊടുത്തുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പെട്ടെന്ന് അസുഖമായിട്ട് ഷീസ് നോ മോർ നൗ. അപ്പോൾ ആ വീട്ടിൽ പോകേണ്ടി വന്നു. പെട്ടെന്ന് ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. വീട് വയനാട് ക്രോസ് ചെയ്ത് പാട്ടവേൽ ക്രോസ് ചെയ്ത് പോകണം. തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ 10 മണിക്കാണ് ഞാൻ എൻ്റെ കാർ എടുത്താണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് കൂടെയുണ്ട്. വഴിക്കൽ നിങ്ങൾക്കറിയാം രാത്രി പോകുന്ന സമയത്ത് അവിടെ ക്രോസ് ചെക്കിംഗ് ഉണ്ട്. കുറച്ച് അധികം സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് വണ്ടി സൈഡ് പറയുന്ന ഒരു റഫായിട്ടാണ് വരുന്നത്. സൈഡാക്ക് എന്തോ നമ്മളെന്തോ MDMA കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ രാത്രി പോകുന്ന ലെവലിൽ തടയുന്നത്. ഞാൻ ഉടനെ തന്നെ ഗ്ലാസ് കത്തി എൻ്റെ ID കാർഡ് എടുത്ത് കാണിച്ചു. ഇപ്പോൾ തന്നെ ഒക്കെ സാർ സല്യൂട്ട് മാറിയിരിക്കുന്നു. കാരണം യൂണിഫോം ടു യൂണിഫോം റിലേഷൻ അത്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞ ഡ്രസ്സായത് കക്ഷി എൻ്റെ കൊളീഗാണ്. കക്ഷിയുടെ കോബ്രദർ IAS ഓഫീസറാണ്. അപ്പോൾ കക്ഷി ബാംഗ്ലൂരിൽ കോബ്രദറിൻ്റെ അടുത്ത് എന്തോ ആവശ്യത്തിന് പോയി. അപ്പം അവർക്ക് എന്തോ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കയറുന്ന നേരത്ത് സെക്യൂരിറ്റി എന്താ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ടൈമുണ്ട്. ആ ടൈമിൽ കയറ്റൂല. അപ്പോൾ സെക്യൂരിറ്റി തടയുന്ന സമയത്ത് മറ്റുള്ള ഞാൻ IAS ഓഫീസറാണ്. സെക്യൂരിറ്റി മൈൻഡ് ചെയ്തില്ല. ഇദ്ദേഹം ഉടനെ തന്നെ ID കാർഡ് എടുത്ത് സൂപ്രണ്ട് ഓഫ് സെൻട്രൽ എക്സൈസ് കാണുന്നത് അയാൾ സല്യൂട്ട് എടുത്തതാണ് കയറിക്കുള്ള പറഞ്ഞു. അതൊരു പവർ ഇറക്കാച്ചല്ലേ. അത് നിങ്ങൾക്ക് ഏത് പാതിരയ്ക്കും നിങ്ങൾക്ക് ഏത് സമയത്തും കോവിഡ് ടൈമിൽ പോലെ നമ്മൾ പോയി പോയിരുന്നു. നമ്മൾ ഈ ജോലിയുടെ അട്രാക്ഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല നമുക്കൊരു മണി മാത്രമല്ലല്ലോ ഫാക്ട് ലൈഫിൽ. എക്സാക്ട്ലി. യെസ്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈഗോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു പോഡ്കാസ്റ്റ് ഇത് തുടങ്ങിയത് അല്ലെങ്കിൽ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത പോലെ തന്നെ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഇനിയും ഇത് നീണ്ടുപോകും. ഇറ്റ്സ് ഓക്കെ ഒബ്വിയസ്ലി. അപ്പോൾ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ജീവിക്കുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാത്തിനെക്കുറിച്ചും അറിയാവുന്ന, നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം എന്ത് ചൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്നത് ശരിയാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ജോലി ചൂസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് കഴിയുന്ന സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇതൊന്നും കിട്ടാതിരുന്നൊരു കാലത്തു നിന്നാണ് ഇവർ ഇത്രയും വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയ പദവികളിലേക്ക് വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ഫോർച്യൂൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ കരിയർ എവിടെ എത്തണം, നിങ്ങൾ എന്ത് ജോലി ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. അതനുസരിച്ചുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മെൻറ്റേഴ്സാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്, നിങ്ങളോട് സംവദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാവുന്ന ഏത് സമയത്താണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് റിപ്ലൈ തരുന്ന മെൻറ്റേഴ്സാണ് ഇവർ. സോ താങ്ക് യു. ഇത്രയും സമയം ജയദീപ് സാർ, സന്ദേശ് സാർ, ഈ ഒരു വാല്യുബിൾ ടൈമിന് ഞാൻ എങ്ങനെ നന്ദി പറയുന്നത് അറിയില്ല. കാരണം അത്രയും ഇൻഫോർമേറ്റീവ് ആയിരുന്നു കാര്യങ്ങൾ. പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. സോ താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചുള്ള പെട്ടെന്ന് തീർന്നു പോയി തോന്നി. മാത്രമേ ഉള്ളൂ. നല്ല രസമായിട്ട് തീർന്നൊരു ടൈം പോകുന്ന അറിയുന്നില്ല. അത്ര രസമായിട്ടാണ് നിയാസിൻ്റെ അവതരണം. താങ്ക് യു. അങ്ങോട്ട് താങ്ക് യു. ശരി.